വിദ്യാഭ്യാസം മനുഷ്യനെ മാറ്റാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജീവിതത്തെ തന്നെ മാറ്റി മറിക്കുമെന്ന് തിരിച്ചറിയണം. ദൈവം മോശയ്ക്ക് ഒരു വടി നൽകി. ആ വടി താഴെ ഇടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ വടി താഴെ ഇട്ടപ്പം ആ വടി പാമ്പായി മാറി. വീണ്ടും മോശയോട് ദൈവം പറഞ്ഞു, അതിൻ്റെ വാലിൽ പിടിക്കാൻ പറഞ്ഞു. പാമ്പിൻ്റെ അത് വീണ്ടും വടിയായി രൂപാന്തരീകരണം പ്രാപിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഓർത്തുകൊള്ളുക, നിന്റെ അഭിഷേകം താഴെയിട്ടാൽ അത് പാമ്പായി മാറും, അത് പാപമായി മാറും. അതുകൊണ്ട് ഒരിക്കലും നിന്റെ അഭിഷേകത്തെ താഴെയിടുവാൻ നീ ശ്രമിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഈ ഒരുക്കത്തിൻ്റെ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്ക് അഭിഷേകം ലഭിക്കാതെ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുക. നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അഭിഷേകം സ്വീകരിക്കുവാൻ എന്നിൽ തടസ്സമായി നിൽക്കുന്ന സകല മേഖലകളും എന്നിൽ നിന്നും പിഴുതുമാറ്റി എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി മാറ്റണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമായി എന്നെ മാറ്റണമേ. എന്നിൽ വളരുന്ന എല്ലാ പാപത്തിൻ്റെ അടിവേരുകളെയും പിഴുതുമാറ്റി ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വളരുകയും എന്നിൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും നിറയുവാൻ അടിയനെ ഇതാ ഞാൻ പരിപൂർണമായി സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് പരിപൂർണ സമർപ്പണം ഞാൻ ഏറ്റെടുക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നില്ല എന്നതിനെ ആസ്പദമാക്കിയാണ്. അതിൻ്റെ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുക പാപമാണ്. പാപം. എന്നെയും നിന്നെയും തമ്മിൽ അകറ്റുന്നത് നിന്റെ പാപങ്ങളാണ് എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ, ഇവിടെ ദൈവത്തിന് ജനമേ, മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഒന്നാമത്തെ കാരണമെന്ന് പറയുക പാപമാണ്. അതുകൊണ്ട് എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിക്കുവാൻ നമ്മൾ തന്നെ വഴിവെട്ടുന്നതിന് തുല്യമാണ്. പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റും. അത് പരിശുദ്ധാത്മാവിന് വേദനയാകും എന്ന് തിരിച്ചറിയുക. നമ്മൾ മുമ്പേ കണ്ടു, 59:2 യെശയ്യാ പ്രവചനം പറയുന്നു, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പാപം എന്നാൽ എന്ത്? ആ പാപം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുകയാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു തണുപ്പൻ മരവിച്ച ജീവിത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായ സ്വാധീനം നഷ്ടപ്പെടും. ഇത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവണതയാണ്, അല്ലെ? ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ദൈവത്തിന്റെ നെഞ്ചിൽ വേദനയാകുന്നു എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, നിങ്ങൾ ഏതെങ്കിലും ഒരു പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം: എൻ്റെ ദൈവത്തിൻ്റെ ഉള്ളിൽ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് വേദനയാകുന്ന, എൻ്റെ ദൈവത്തിൻ്റെ നെഞ്ചിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല
എന്ന് നിങ്ങളൊരു തീരുമാനമെടുത്താൽ നമുക്ക് ഈ പാപത്തിൽ നിന്നും പുറത്തു വരുവാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു സത്യസന്ധമായ മാനസാന്തരവും ഒരു വിശുദ്ധമായ കുമ്പസാരവും യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വിശുദ്ധീകരണവും നമുക്ക് സാധ്യമായാൽ നമുക്ക് അഭിഷേകം പ്രാപിക്കുവാനുള്ള സാധ്യത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഒരുക്കിത്തരും. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ. കാരണം ദൈവത്തിൽ നിന്നും അകറ്റിയത് പാപമാണ്. ആ പാപത്തെ ഉപേക്ഷിച്ചതിന് ശേഷം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. അതുപോലെ 1 യോഹന്നാൻ 1:9 പറയുന്നു, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മൾ നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുമ്പം ആ ദൈവസന്നിധിയിൽ ആ പാപം ക്ഷമിക്കപ്പെടുന്ന സാധ്യത ഉണ്ടാവുകയും അത് അഭിഷേകത്തിന് കളമൊരുക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുക പാപമാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? അവിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അതുമല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് ആരാണ് പറയുക? ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് സങ്കീർത്തനം 14-ലും 53-ലും വചനം വ്യക്തമാക്കുകയാണ്. അപ്പം വിശ്വാസമില്ലാത്ത ഒരു ഹൃദയം ദൈവത്തിന്റെ പ്രവൃത്തി സ്വീകരിക്കുവാൻ, ദൈവത്തിൽ നിന്നും എന്തെങ്കിലും സ്വീകരിക്കുവാൻ സാധ്യതയില്ലാത്ത വിധം അടഞ്ഞു പോവുകയാണ്. അപ്പം നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പം യേശുക്രിസ്തു പോലും സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുകയാണ്. ആ ദേശത്ത് യേശുക്രിസ്തു അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല എന്നും വചനം പറയുക. കാരണം എന്താണ്? ജനത്തിന്റെ വിശ്വാസരാഹിത്യം മൂലം യേശുക്രിസ്തുവിന് സ്വദേശത്തും അധികം അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ ചോദ്യം എന്താണ്? അവൻ തച്ചന്റെ മകനല്ലേ, അവര് ഇന്നാരിന്നാർ അവന്റെ സഹോദരന്മാരല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വന്നാൽ, ദൈവത്തെ അവിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള തടസ്സം അവിടെ നിലനിൽക്കും. അപ്പൊ അവിശ്വാസത്തിന്റെ ലക്ഷണം എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ തന്നെ ദൈവമില്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചിലത് ലഭിക്കണമെന്ന ആഗ്രഹം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിലും അല്ലേ, എനിക്കത് ലഭിക്കത്തൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടത്തൊന്നുമില്ല. നമ്മളപ്പോൾ മറ്റുള്ളവരെ നോക്കിയിട്ട് മറ്റുള്ളവർക്കെല്ലാം ലഭിക്കുന്നുണ്ട്, എനിക്കൊന്നും ലഭിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ കടന്നു വരികയാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ തന്നെ നമുക്ക് തടസ്സമായ വേലി കെട്ടി വെക്കുന്നു എന്ന് ചിന്തിക്കുമ്പം അവിശ്വാസമാണ് ഇതിന്റെ കാരണം, വിശ്വാസരാഹിത്യമാണ് അതിന്റെ കാരണം. എബ്രായ ലേഖനം 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അബ്രഹാമിന്റെ വിശ്വാസം കണ്ട് ദൈവം തന്നെ അബ്രഹാം ഇസഹാക്കിനെ ഒന്നും ചെയ്യരുത് എന്ന് വിളിച്ചു പറയുക. കാരണം കത്തി ഉയർത്തി അബ്രഹാമിനെ ബലി കൊടുക്കുവാൻ വേണ്ടി. അതാണ് വിശ്വാസം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മള് ദൈവത്തിന് അസാധ്യമായ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് എപ്പം വിശ്വസിച്ച് തുടങ്ങുന്നു, അപ്പോൾ ആത്മാവിന്റെ അഭിഷേകം നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പിന്നെ പ്രാർത്ഥനയുടെ കുറവ്. നമ്മൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, നമുക്ക് പ്രേയറേ ഇല്ല, നമുക്ക് അനുഗ്രഹവും വേണം, നമുക്ക് അഭിഷേകവും വേണം. അങ്ങനെ ചിന്തിച്ചാൽ ശരിയാവും. പ്രാർത്ഥന ഇല്ലെങ്കിൽ ആത്മീയമായ ഒരു തീയ് നമ്മുടെ ഉള്ളിൽ അണഞ്ഞു പോകും. നമ്മൾ ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവത്തിന്റെ വചനമൊക്കെ ഒന്ന് വായിക്കുവാനൊക്കെ നമ്മൾ ഏറ്റവും കുറഞ്ഞത് നമ്മളൊന്ന് എടുത്തു നോക്കുകയും, നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ബൈബിള് വായിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ യേശുവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കർത്താവിന് മുമ്പിൽ ഇരുന്നേ. അപ്പോ ആ തീയ് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ ആളി കത്തിക്കാൻ പറ്റും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യത്തില് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. കാരണം ഉന്നതത്തിൽ നിന്നും ഒരു തീയഭിഷേകം വരാനുണ്ട് അവർക്ക്, പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം വരാനുണ്ട്. അപ്പൊ ശിഷ്യന്മാര് കാത്തിരുന്നു, അവര് പ്രാർത്ഥിച്ചു. പിന്നീട് നടന്നതെന്ന് പറയുക ചരിത്രത്തിന്റെ ഗതികളെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളാണ്. അഭിഷേകമുള്ള ആത്മാവിന്റെ ശക്തി ഇറങ്ങിയത് നമ്മൾ കാണുക. അപ്പസ്തോല പ്രവൃത്തികൾ 1:14 ഏക മനസ്സോടുകൂടി
പരിശുദ്ധ അമ്മയോടൊപ്പം മറിയത്തിന്റെ ഒപ്പം ശിഷ്യന്മാര് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നിട്ടാണ് ഈ അഭിഷേകം പ്രാപിച്ചത്. അപ്പൊ നമുക്ക് പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥന കുറയുന്ന ഒരു സമയമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ വീണുപോകും. അപ്പം നമുക്ക് ആത്മീയമായി ഒരു ദാഹം ഉണ്ടാവുകയില്ല. ആത്മാവിന്റെ സ്വരം അല്ലെങ്കിൽ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. നമ്മൾ വചനം വായിക്കുന്ന ഒരു സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് ഒരു നിശ്ചിത സമയം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ ശീലിച്ചേ പറ്റുള്ളൂ. ഉപവാസം എടുക്കാൻ പറ്റുമെങ്കിൽ ഉപവാസം എടുക്കണം. ആരാധനയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ആരാധനയ്ക്ക് പോകണം. ദൈവത്തിന്റെ വചനം വായിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പം ഈ അഭിഷേകം പ്രാപിക്കുവാനുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിൽ തെളിയുകയാണ്. ഹല്ലേലൂയ. പിന്നീട് നമുക്കറിയാം, ലോകത്തിന്റെ മോഹങ്ങൾ നമ്മളെ പലപ്പോഴും എന്നാ പറയുക, ദൈവത്തിൽ നിന്ന് അകറ്റും. ഈ അഭിഷേകം പ്രാപിക്കാനൊന്നും പറ്റത്തില്ല. അതിന്റെ കാരണം ഹൃദയത്തിൽ ഈ ജഡമോഹങ്ങൾ നിറയും. ആത്മാവിന് ഇടമില്ലാത്ത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കും. 1 യോഹന്നാൻ 2:15 ദൈവം പറയുന്നുണ്ട്, യേശു പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. കാരണം ലോകം നമ്മളെ വലിയ ഒരു എന്താ പറയുക സാധ്യതയിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ മുഴുവൻ പാപത്തിന്റെ അടിമത്വം നിറഞ്ഞിരിക്കുന്ന സാധ്യതകളാണ്. ലോകത്തിന്റെ മോഹങ്ങൾ എന്ന് പറയുമ്പം പണമുണ്ടാക്കണം, പ്രശസ്തി ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ പേര് ഒത്തിരി സ്ഥലങ്ങളിൽ എത്തിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു മോഹങ്ങൾ നമ്മുടെ ലൈഫിൽ കടന്നു വരും. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി നമ്മൾ പ്രാധാന്യം കൊടുക്കും, അല്ലേ? അത് ചിലപ്പം ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങുന്നതിന് തുല്യമായ സാഹചര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ക്രേവിങ്ങുകളെ തീർക്കുവാൻ പോകുന്ന മദ്യപാനമാകാം, അല്ലെങ്കിൽ ലൈംഗിക പാപങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളാകാം. ഇതൊക്കെ കടന്നു വരും. പ്രാർത്ഥിക്കാനോ ദൈവസന്നിധിയിൽ ഇരിക്കാനോ നമുക്ക് സമയം കിട്ടത്തില്ല. എപ്പോഴും വിനോദകരമായ ഉപാധികളിൽ മാത്രം നമ്മൾ സമയം കണ്ടെത്തി മദ്യപാനമാകാം, അല്ലെ, എന്താ പറയുക, ഏതെങ്കിലുമൊക്കെ രീതിയിലൂടെ നമ്മൾ കടന്നു പോകും. ഇവിടെ ബൈബിള് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ എന്താ പറയുക പിൻപറ്റി ജീവിക്കണം, അല്ലെങ്കിൽ ലോകം എന്ന് പറയുക സൈറ്റനാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യൻസ് 4:4 പറയുന്നില്ലേ സെന്റ് പോൾ, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി തന്നിമിത്തം യേശുക്രിസ്തുവിന്റെ എന്താണ് സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. കണ്ണുകളെ കെട്ടിയെന്നല്ല പറയുന്നത്, അവരുടെ മനസ്സിനെ അന്ധമാക്കി. മൈൻഡ് ബ്ലൈൻഡിങ് സ്പിരിറ്റ് നമ്മുടെ മനസ്സിനെ അന്ധമാക്കും, ലോകമോഹങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടും. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത്? ഇവിടെ ദൈവത്തിന്റെ ജനമേ, നമ്മളുടെ ജീവിതത്തിൽ ഈ അഭിഷേകം പ്രാപിക്കുവാനുള്ള സാധ്യതകളെ സാത്താൻ അടയ്ക്കുകയാണ്. കാരണം നമ്മൾ സത്യം അറിയരുത് എന്നവൻ വിചാരിച്ച് ആ ഡിമൻസ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മുൻഗണന നമ്മൾ മാറ്റണം. ദൈവ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. ബൈബിൾ എന്നാ പറയുന്നത്? മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ തിന്മയായതിനെ എല്ലാം നമ്മളൊന്ന് ക്ലൻസ് ചെയ്യണം, ശുദ്ധമാക്കണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നിന്ന് വിശുദ്ധീകരിച്ചാൽ ഈ അഭിഷേകം ലഭിക്കുവാനുള്ള സാധ്യത നമുക്ക് കൂടും. പിന്നെ ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത് അൺഫോർഗീവ്നെസ് ആണ്. ക്ഷമിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. നമ്മുടെ മനസ്സിൽ മുറിവേറ്റ ഇൻസിഡന്റുകൾ ഒത്തിരി കാണും. ക്ഷമിക്കുവാൻ പറ്റാത്ത മനസ്സ് അനുഗ്രഹത്തിന്റെ വാതിൽ അടയ്ക്കും എന്ന് നിങ്ങൾ പഠിക്കണം. നമുക്കൊരാളോട് വെറുപ്പ് തോന്നി, നമുക്കൊരാളോട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉടലെടുത്ത് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഈ വെറുപ്പും ഈ വിദ്വേഷവും നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചാൽ അത് നമുക്കെതിരായി സൈറ്റൻ എടുക്കുന്ന ഒരു മെത്തഡോളജിയാണ് എന്ന് നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ മർക്കോസിന്റെ സുവിശേഷം 11:25 നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. നമ്മളും എന്നാ പറയുന്നത് പരിപൂർണരൊന്നും അല്ലല്ലോ. നമ്മുടെ ജീവിതത്തിലും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ളവരല്ലേ, സാധാരണ മനുഷ്യർ തന്നെ അല്ലേ നമ്മളും. പക്ഷെ നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മളെ എന്താ പറയുക കരയിപ്പിച്ചവരോട് നമ്മളങ്ങ് നിരുപാധികം ഒന്ന് ക്ഷമിച്ചേ.
നമ്മുടെ തെറ്റുകളും സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് ക്ഷമിക്കും. അപ്പൊ നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആ ക്ഷമിക്കാതിരിക്കുന്നതിന്റെ ഫലം എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലുള്ള സ്വസ്ഥത നഷ്ടപ്പെടും, നമ്മുടെ ഉള്ളിലുള്ള സമാധാനം നഷ്ടമാകും, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദുഃഖിക്കും, നമ്മുടെ ഉള്ളിൽ കോപം, വെറുപ്പ്, സങ്കടം, ഇതെല്ലാം എന്താ പറയുക, ഒരു പ്രത്യേക സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും, ഒരു വിഷമഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ക്ഷമിക്കുവാനുള്ള തീരുമാനം നമ്മൾ എടുക്കണം. എങ്ങനെയാണ് നമ്മൾക്ക് ക്ഷമിക്കാൻ പറ്റുക? അവര് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ നടക്കരുത്. നമ്മൾ ശരിയായിരുന്നെന്നോ അവര് ശരിയായിരുന്നില്ലെന്നോ ഒന്നും നമ്മൾ പറയണ്ട. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവരായിരുന്നു ശരിയെന്നോ നമ്മൾ തെറ്റായിരുന്നെന്നോ അങ്ങനെയൊക്കെ ചിലപ്പം പുറമേ നിൽക്കുന്നവർ പറയും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, വിട്ടേര്, പോട്ട്. യേശുക്രിസ്തു എങ്ങനെയാ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ഇഗ്നോറൻസ്, അറിവില്ലായ്മ, പൊട്ടന്മാരാ, ഇവർക്കൊന്നും അറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെ നമ്മൾ കാണുക. അതുപോലെ തന്നെ 7 അല്ലെങ്കിൽ 70 പ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കണമെന്നാണ് പറയുക. എന്ന് വെച്ചാൽ 7 × 70 490 തവണ എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. അൾട്ടിമേറ്റ്ലി എപ്പോഴും ക്ഷമിച്ചേ പറ്റൂ എന്നാണ് ബൈബിള് പറയുക. ശരിയാണ്, മനുഷ്യ ജീവിതം എടുത്താൽ വേദനയൊക്കെ കടന്നു വരും, ഒത്തിരി സങ്കടങ്ങളൊക്കെ കടന്നു വരും. നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. എഫെസ്യ ലേഖനം 4:32 പറയുന്നു, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടുകൂടി പെരുമാറുവനെന്നാണ് ബൈബിൾ പറയുക. ഇവിടെ ദൈവത്തിന് ജനമേ, എത്രയേറെ അനുഭവങ്ങൾ, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ വേദനിപ്പിച്ച എത്രയോ സന്ദർഭങ്ങളുണ്ടെന്നറിയാം. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഒരിക്കല് ഒരാള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിരന്തരം ഒരാളെ വിളിച്ച് ഒരാളുടെ കുടുംബം നശിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് പുറത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ ഒരു വ്യക്തിയുടെ അമ്മയെ വിളിച്ചിട്ട് അവരുടെ കുടുംബം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ഫോണിൽ വിളിച്ച് ആ അമ്മയെ ഞാൻ എന്താ പറയുക, അമ്മയും മോനെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചു എന്നൊരു കാര്യം. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുക, ഈ മകൻ ഞാൻ വിളിച്ചു എന്ന് പറയുന്ന കോൾ ലിസ്റ്റ് എടുത്ത് മറ്റൊരാളുടെ അടുത്ത് കൊണ്ടുചെന്നിട്ട് പറഞ്ഞു, എൻ്റെ കുടുംബം നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ഇന്നയാള്. പെട്ടെന്ന് തന്നെ അതിനങ്ങ് പബ്ലിസിറ്റി ആകുന്നു. എന്താ പറയുക, ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞത്, കുടുംബം കലക്കുന്ന ദൈവദാസൻ, അവനെ കണ്ടാൽ അടിക്കണമെന്ന് വരെ പറഞ്ഞ് ഒരാളോട് ഇത് ഷെയർ ചെയ്യുകയാണ്. എന്നാൽ എന്നെ മനസ്സിലാക്കുന്ന ആള് കുറേ ദിവസങ്ങളിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അവരെ വിളിച്ചിട്ട് പോലുമില്ല. അങ്ങനെ എൻ്റെ 1 വർഷത്തെ കോൾ ലിസ്റ്റ്, ഞാൻ ഉപയോഗിക്കുന്ന 2 ഫോണിൻ്റെ 1 വർഷത്തെ കോൾ ലിസ്റ്റ് എടുത്ത് ഞാൻ ഈ വ്യക്തിക്ക് കൊടുക്കുകയും ആ വ്യക്തി അത് മുഴുവൻ പരിശോധിച്ചിട്ട് ഒരു സിംഗിൾ കോള് പോലും ഞാൻ അവരെ വിളിച്ചിട്ടില്ല എന്ന് ഇവരോട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ആരോപണം ഉന്നയിച്ച വ്യക്തികളുടെ മുമ്പിൽ ഈ കോൾ ലിസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു, അവരെടുത്ത കോൾ ലിസ്റ്റുമായിട്ട് വാ, നമുക്കൊന്ന് പരിശോധിക്കാം, ഇതിനകത്ത് ഒരൊറ്റ കോള് പോലും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ കോൾ ലിസ്റ്റ് ഇല്ല. അവർ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു മാറി. അത് വാട്സപ്പ് കോളായിരുന്നു. വാട്സപ്പ് കോളിന് എവിടെയാണ് കോൾ ലിസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞ് അവർ മലക്കം പറഞ്ഞു. ഇവിടെ ദൈവത്തിന് ജനമേ, കുറേ കാലങ്ങൾ ഇതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷെ ഞാനത് ക്ഷമിച്ചു. കാരണം ഞാനത് ചെയ്തിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും എനിക്കും വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം എൻ്റെ കോൾ ലിസ്റ്റും കയ്യിലിരിപ്പുണ്ട്. ഇവിടെ ദൈവത്തിന് ജനമേ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ ആരോപണം ഉന്നയിച്ച വ്യക്തി തന്നെ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി. അതോടുകൂടി ആ വിഷയം അവിടെ തീരുകയാണ്. നമ്മളൊന്ന് ക്ഷമിച്ചാൽ മതി. നമ്മളത് പ്രൂവ് ചെയ്യണം. കാരണം പ്രൂവ് ചെയ്തില്ലെങ്കിൽ അതെന്നും നമ്മുടെ മേൽ ഒരു ആരോപണമായി നിലനിൽക്കും. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരം അവിടെ പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ക്ഷമിച്ചേ പറ്റൂ.
ക്ഷമിക്കണം. സാത്താൻ നമുക്കെതിരെ പല ആരോപണങ്ങൾ ഉന്നയിച്ചൊക്കെ വരും. ആത്മീയ ലോകത്ത് അല്ലെങ്കിൽ ഒരു അഭിഷേകം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന മേഖലകൾ, അൺഫോർഗിവ്നെസ് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചേക്കണം, പോട്ടേന്ന് വെച്ചേക്കണം കേട്ടോ. ഹല്ലേലൂയ. മറ്റു ചില കാരണങ്ങൾ ഒറ്റ വാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈഡ്, അഹങ്കാരം, വിനയമില്ലാത്ത, എളിമയില്ലാത്ത പ്രവൃത്തികളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, കാരണം ഇത് എളിമയുടെ ആത്മാവാണ്. അത് എളിമയില്ലാത്തവരുടെ ജീവിതത്തിൽ അത് ലഭിക്കത്തില്ല. ബൈബിൾ തന്നെ പറയുന്നുണ്ട്, യാക്കോബിന്റെ ലേഖനം 4:6 ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുക. അപ്പൊ എളിമയിൽ ഒരു ജീവിതം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ അനുസരണക്കേട്, ദൈവത്തിന്റെ വിളിയെ നമ്മൾ എതിർത്താൽ, ആ സ്വരം കേട്ടിട്ടും അനുസരിക്കാതെ ഇരുന്നാൽ ഈ അനുഗ്രഹം നമ്മെ വരത്തില്ല. എൻ്റെ ജീവിതത്തിലെ തന്നെ മറ്റൊരു അനുഭവം, 1997 ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരാൾ പറഞ്ഞു, നീ മരുഭൂമിയിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കും. അങ്ങനെ പല കാര്യങ്ങൾ എന്നോട് പറയുകയാണ്. അതിൽ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പം, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ വചനം പറയുമെന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു ചോദ്യചിഹ്നമായി നിന്നു. എന്നാൽ അതിനുശേഷം ദുബായിലെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ദുബായിലേക്ക് പോവുകയും പിന്നീട് 2007 മറ്റൊരു ദൈവദാസനെ കൂട്ടിമുട്ടുന്ന സമയം വീണ്ടും ഈ പ്രവചനം എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാനാണ് നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവ് മറ്റൊരാളിലൂടെ എനിക്ക് ലഭിക്കുമ്പം, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അന്ന് എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു. 3 വർഷങ്ങൾക്ക് ശേഷം 2007 ആ പ്രവചനം കേട്ടതിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയവും സുവിശേഷ പ്രഘോഷണത്തിനായി അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് കൃപ തരികയാണ്. അപ്പോൾ അനുസരണക്കേട്, കേട്ടിട്ടും പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിച്ചിട്ടും അതിനുവേണ്ടി നിന്നു കൊടുക്കാതെ കടന്നു പോയപ്പോൾ ഒരു 10 വർഷത്തെ സ്ട്രഗിളിന് ശേഷം വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. അന്ന് എന്താ പറയുക, സകലതും കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കി എല്ലാം കളഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം പ്രാപിക്കുവാൻ എന്താ പറയുന്നത്, അനുസരണ എന്ന് പറയുന്നത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 5:32 പറയുകയാണ്, തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്യുന്നു. അനുസരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കുക. അനുസരണക്കേട് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്കത് ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ അഭിഷേകം ലഭിക്കുക? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ പാപം ഏറ്റുപറയണം. വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം. എല്ലാവരോടും നമ്മൾ ക്ഷമിക്കണം. ലോകത്തിന്റെ, അതായത് ലോകമോഹങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. പരിപൂർണ സമർപ്പണം ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ടുകൊടുക്കണം. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എന്താ പറയാ, അങ്ങ് വിട്ടുകൊടുക്കണം. ഇതാ കർത്താവിന്റെ ദാസി. നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചൊന്നും സ്ട്രെസ്സോ ടെൻഷനോ വേണ്ട. അത് നമ്മളെ വിളിച്ച ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയില്ലേ, ആ ദൈവം അത് നോക്കിക്കോളും. അതാ വിശ്വാസം. അതുകൊണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11:13 മറക്കരുത്. ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ സ്വർഗസ്ഥനായ പിതാവ് നൽകുകയില്ലേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തടസ്സങ്ങൾ, ഈ അഭിഷേകം പ്രാപിക്കുവാനുള്ള തടസ്സങ്ങൾ നമ്മുടെ ലൈഫിലുള്ളത് നമ്മൾ മാറ്റണം. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്താൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കാം. നമ്മുടെ പാപവും അവിശ്വാസവും ലോകമോഹവും ക്ഷമിക്കാത്ത മനസ്സും പ്രാർത്ഥനയ്ക്കുള്ള തടസ്സവും എല്ലാം വിട്ടിട്ട് ആത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ കാലഘട്ടം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എങ്ങനെ ഈ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കാമെന്നുള്ളതും കൂടെ നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. അതിന് ഒന്നാമതായി നമുക്ക് ദാഹമുണ്ടാകണം. ആത്മാവിനെ വേണമെന്നുള്ള ഒരു ആത്മദാഹം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ, ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിനായി കാത്തിരിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എന്ന് സങ്കീർത്തകൻ 42:1-2 നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ഒരു ആഗ്രഹം, ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഒരിക്കലും അഭിഷേകം നമുക്ക് ലഭിക്കത്തില്ല. മാൻ നീർച്ചാല് തേടുന്നത് പോലെ നമ്മൾ തേടണമെന്നാണ് സങ്കീർത്തകൻ പറയുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, മാൻ, നീർച്ചാൽ, ഇത് രണ്ടും നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു വനത്തിന്റെ അകത്ത്, മാനൊക്കെ എന്താ പറയാ, മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ അല്ലല്ലോ കാണുക.
അപ്പം നമ്മൾ ഇങ്ങനെയൊന്ന് കണ്ടേ, ഒരു നീർച്ചാല് അതൊരു വനത്തിനകത്ത്, ഒരു മാൻപേട അതും വനത്തിനകത്ത്. ഈ മാൻപേട വെള്ളം കുടിക്കുവാൻ കടന്നു വരണമെങ്കിൽ മാൻപേട ഈ നീർച്ചാൽ, അതായത് ഈ വെള്ളമുള്ള സ്ഥലം നിശ്ചലമായി കിടന്നെങ്കിൽ മാത്രമേ ഈ മാൻപേട വെള്ളം കുടിക്കാനായി കടന്നു വരത്തുള്ളൂ. വെള്ളം അനങ്ങുന്നുണ്ട് എങ്കിൽ ഈ മാൻപേട വരത്തില്ല. കാരണം വെള്ളം അനങ്ങുന്നുണ്ടെങ്കിൽ ആ ചുറ്റുവട്ടത്ത് എവിടെയോ ശത്രു ഉണ്ട് എന്ന് ഈ മാൻപേടയ്ക്ക് മനസ്സിലാകും. അപ്പൊ മാൻപേട ഇങ്ങനെ നോക്കി നിൽക്കും. വെള്ളമനങ്ങാതെ നിശ്ചലമായി നിൽക്കുന്ന സമയത്ത് ഈ മാൻപേട കടന്നു വരും. തൻ്റെ മുഖം ആ വെള്ളത്തിൽ കാണുന്നു എന്ന് ഉറപ്പുവരുത്തുമ്പം മാൻപേട വെള്ളം കുടിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ശത്രുവിനെതിരെ ആ മാൻപേട എടുക്കുന്ന ഒരു 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 എന്താ പറയുക, ഉത്തരവാദിത്വം, തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ശത്രു എപ്പോഴും നമ്മളെ പാപത്തിൽ വീഴിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ശത്രുവിൻ്റെ ഒരു പ്രതികൂല കാലാവസ്ഥ എപ്പോഴും നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വിപരീത ശക്തി, സാത്താനിക മണ്ഡലങ്ങൾ നമുക്കെതിരെ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വളരെ ക്യൂരിയോസിറ്റി, എന്താ പറയുക, വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു ജീവിത സാഹചര്യം നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സ്വീകരിക്കുവാനായി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37, 38, 39 വാക്യങ്ങളിൽ ബൈബിള് പറയുന്നു, തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. യേശു ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് എന്നാണ് ബൈബിള് പറയുക. തിരുനാൾ, പെസഹ തിരുനാളിന്റെ സമയത്ത് യേശുക്രിസ്തു അവിടെ വന്ന് നിന്നിട്ട് ആ തിരുനാളിന് വരുന്ന, പെസഹ ബലിയർപ്പണത്തിന് വരുന്ന ആ ജനത്തിന്റെ ലോകം മുഴുവനുള്ള ജനം അങ്ങോട്ട് കടന്നു വരികയാണ്. ആ വലിയ തിരക്ക് പിടിച്ച സമയത്ത് ആ തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശുക്രിസ്തു അവിടെ നിന്ന് ശബ്ദമുയർത്തി വിളിച്ചു പറയുകയാണ്. ഇങ്ങനെ ഓടുവാ ജനം, അല്ലേ? അവരോട് പറയാ, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് എന്താണ്, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഈ ആത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഇത് പകരപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും എന്നാണ് ബൈബിൾ വ്യക്തമാക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ദാഹം? അതായത് ദൈവത്തിന്റെ സാന്നിധ്യം ലഭിക്കുവാനുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിലുണ്ടോ? നമുക്ക് ഈ സാധാരണ ജീവിതം പോരാ. ഈ സാധാരണ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒരു തൃപ്തി വരത്തില്ല. അതുകൊണ്ട് കർത്താവേ, നിന്റെ സാന്നിധ്യം മതി എന്ന ഒരു അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ ദാഹത്തിന്റെ ലക്ഷണങ്ങളാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സെന്ന് പറയുക, വചനം കേൾക്കുവാനുള്ള താല്പര്യമെന്ന് പറയുക. അപ്പം ആത്മീയ സംഗമങ്ങള്, ധ്യാനം എന്നിവയിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. പാപ ജീവിതത്തോടുള്ള അസ്വസ്ഥത നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കും അങ്ങനെയുള്ളപ്പം. അപ്പൊ നമുക്ക് ആത്മാവിന് വേണ്ടി ദാഹിക്കാൻ പറ്റും. ദാഹമുണ്ട് എങ്കിൽ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ആചരിക്കുന്നതോ കാണുമ്പം അന്ധകാരത്തിന്റെ ശക്തികൾ പ്രവർത്തിച്ചിട്ട് പറയും, അനാവശ്യമായി പ്രാർത്ഥന സംഘടിപ്പിക്കുന്നു. അതായത് പ്രാർത്ഥന അനാവശ്യമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഹല്ലേലൂയ. അതുപോലെ ഒരു പ്രാർത്ഥനയില് കൈയടിച്ചൊരു പാട്ട് പാടിയാൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒന്ന് സ്തുതിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, ഈ പാട്ട് എഴുതിയത് ആരാണ്? ഈ പാട്ട് നമുക്കുള്ളതല്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇങ്ങനെയുള്ള കമന്റുകൾ കടന്നു വരും. അങ്ങനെ വരുമ്പം എന്താ പറയുന്നത്, ആ പ്രാർത്ഥനയൊക്കെ ഞാൻ നിർത്തിക്കോളാം എന്ന് പറയുന്ന മറ്റു ചില സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കുവാൻ ജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുമ്പം അത് അനാവശ്യമായ പ്രാർത്ഥന കൂട്ടായ്മ എന്ന് പറയുന്ന ചില കമന്റുകൾ, അല്ലെങ്കിൽ ഒരു പാട്ടുപാടി കൈയടിച്ച് ദൈവസന്നിധിയിൽ ആത്മാവിൽ ആരാധിക്കുമ്പം ഈ പാട്ട് എഴുതിയത് ആരാണ്, ഇത് നമുക്ക് പാടാൻ പറ്റുന്നതല്ല എന്ന് പറയുന്ന ചാപ്പ കുത്തുന്ന ചില സാഹചര്യങ്ങൾ, അത് കേൾക്കുമ്പോൾ, പരാതി കേൾക്കുമ്പോൾ എന്താണ്,
അതൊക്കെ ഞാൻ നിർത്തിക്കോളാം എന്ന് പറയുന്ന മറ്റു ചില കമന്റുകൾ, ഇതൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള തടസ്സങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. രണ്ടാമത് എന്താ പറയുന്നത്? ദാഹത്തിന് ശേഷം നമ്മളിൽ വിശുദ്ധി ഉണ്ടാകണം. ഹല്ലേലൂയ. 1 പത്രോസ് 1:16 ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്നാണ് യേശുക്രിസ്തു പറയുക. കാരണം യേശുക്രിസ്തു പരിശുദ്ധനാണ്, ആത്മാവ് പരിശുദ്ധിയുടെ ആത്മാവാണ്. അപ്പൊ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലും വിശുദ്ധി അനിവാര്യമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12:14 പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ, കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. അപ്പം വിശുദ്ധി എന്നത് പാപമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം നമ്മുടെ ചിന്തയില്, നമ്മുടെ വാക്കില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ പെരുമാറ്റത്തില് എല്ലാം വിശുദ്ധി നിറഞ്ഞു നിൽക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അപ്പം വിശുദ്ധിക്ക് തടസ്സമാകുന്ന മേഖലകൾ എന്തൊക്കെയാണ്? രഹസ്യ പാപങ്ങൾ, കപടത, അശുദ്ധ ചിന്തകള്, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോക മോഹങ്ങള്, അല്ലെങ്കിൽ മൊബൈലില്, മറ്റു റീൽസില്, അതുപോലെ മദ്യപാനത്തില്, ചീട്ടുകളിയില്, ഇങ്ങനെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടമാകും. വിശുദ്ധി എന്ന് പറയുക ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. നമ്മുടെ ഹൃദയം ശുദ്ധമാകണം, നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കണം. നമുക്കൊരു ഒരു യൂണിറ്റി ഉണ്ടാകണം. ഏക മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ ഇരുന്നാൽ മാത്രമാണ് നമുക്കിത് ലഭിക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 1:14 ഏക മനസ്സായി അവർ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തികൾ 2:1 ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ ആത്മാവിന്റെ അഭിഷേകം കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം അവർ കേട്ടത്. ഐക്യമില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ലഭിക്കുകയില്ല. അപ്പം ഐക്യമില്ലെങ്കിൽ എന്നാ സംഭവിക്കുക? ഐക്യമില്ലെങ്കിൽ അതിനിടയിൽ അസൂയ ഉണ്ടാകും, മാത്സര്യം ഉണ്ടാകും, വിരോധമുണ്ടാകും, വെറുപ്പുണ്ടാകും. ഇതെല്ലാം അഭിഷേകത്തെ തടസ്സപ്പെടുത്തും. ഐക്യത്തിന്റെ ശക്തി എന്ന് പറയുക ദൈവത്തിന്റെ സാന്നിധ്യം പെട്ടെന്ന് തന്നെ, വേഗത്തിൽ തന്നെ നമ്മിലേക്ക് കടന്നു വരും. അത് എല്ലാവരിലും അത് ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി ഇരട്ടിയാകും. സഭ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരും. സങ്കീർത്തനം 133:1 തൊട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല, സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അപ്പം കലഹമുള്ളിടത്ത് സാന്നിധ്യം കടന്നു വരത്തില്ല. ഐക്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പിന്നെ നമുക്ക് പ്രാർത്ഥനയുണ്ടായിരിക്കണം. പ്രാർത്ഥനയോടുകൂടി നമ്മൾ കാത്തിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 11:13 ചോദിക്കുന്നവർക്ക് ലഭിക്കുമെന്നാണ് ബൈബിൾ പറയുക. അതുകൊണ്ട് ചോദിക്കണം. അപ്പൊ പ്രാർത്ഥനയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പ്രാർത്ഥനയിൽ നമ്മൾ സ്തുതി ആരാധന, ദൈവത്തെ പാടി സ്തുതിക്കണം, ആരാധിക്കണം. അങ്ങനെ പാടി സ്തുതിക്കുന്ന മാനസാന്തരമുള്ള ഒരു ഹൃദയമുള്ളവർക്ക്, ദാഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നവർക്ക്, നിശബ്ദമായി നമ്മൾ വചനം വായിച്ച് ഏകാഗ്രതയിൽ ദൈവത്തെ കേൾക്കുമ്പോൾ, ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സാന്നിധ്യം നമ്മിലേക്ക് കടന്നു വരും. പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ തുറക്കും. പ്രാർത്ഥന ദൈവത്തിന്റെ ശക്തിയെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഹല്ലേലൂയ. ജെറമ്യാ പ്രവചനം 33:3 എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുമ്പോൾ പ്രാർത്ഥന ഇല്ലാതെയുള്ള കാത്തിരിപ്പ് വെറുതെയാണ്. ഹല്ലേലൂയ. അതുപോലെ പ്രത്യാശ, ദൈവം ചെയ്യും എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ശക്തി പ്രാപിക്കും, ചിറകടിച്ചുയരും, അല്ലെ, ഓടിയാലും ക്ഷീണിക്കത്തില്ല എന്നൊക്കെ നമ്മൾ യെശയ്യാ 40:31 കാണുമ്പോൾ ഈ പ്രത്യാശയാണ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുക. ഇന്ന് നടന്നില്ലെങ്കിൽ അത് നാളെ നടക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോ ഇല്ലെങ്കിൽ അത് ദൈവത്തിന്റെ സമയത്ത് അത് നടന്നോളും എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. കാത്തിരിക്കുവാൻ ഒരിക്കലും മടി കാണിക്കരുത്. കാരണം ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രത്യാശയില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിരാശ കടന്നു വരും, അവിടെ ഒരു മടുപ്പ് കടന്നു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ഇത്തിരി വൈകിയാലും അത് തീർച്ചയായും ലഭിക്കുമെന്നുള്ള
ഒരു ഉറപ്പ്, അത് താമസിക്കത്തില്ല എന്നുള്ള ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, ചിലത് വൈകുന്നത് അത് ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണെന്ന് ചിന്തിക്കണം. ഇന്ന് അത് തന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു നന്മയാകത്തില്ല എന്ന് കാണുന്ന ദൈവം അത് മറക്കത്തില്ല. പക്ഷെ തക്ക സമയത്ത് ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ തരും. അതുകൊണ്ട് കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീയമായ രഹസ്യം നമ്മളെ വെളിപ്പെടുത്തുന്നുണ്ട്. കാത്തിരിക്കുന്ന സമയത്താണ് ദൈവം നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നത്, നമ്മുടെ അഹങ്കാരത്തെ തകർക്കും, നമ്മുടെ ദാഹത്തെ വർദ്ധിപ്പിക്കും, നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തും. നമ്മളെ ദൈവം ഒന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പ്രായോഗികമായി നമുക്ക് എങ്ങനെ ഇത് കാത്തിരിക്കാമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ദിവസവും നമ്മൾ നിശ്ചിത സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. മുമ്പേ പറഞ്ഞതുപോലെ സ്തുതിയാരാധന ഉണ്ടാകണം, വചനം വായിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള ഒരു സമയമെടുക്കണം, പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, ഈ ആത്മാവിനെ നമ്മൾ ആഗ്രഹിക്കണം, അതുപോലെ ക്ഷമിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, പ്രത്യാശയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലേ? ശിഷ്യന്മാരെ 10 ദിവസം കാത്തിരുന്നു. അവരുടെ നടുവിൽ തീ ഇറങ്ങിയത്, അഗ്നി നാവുകൾ അവരുടെ ശിരസിന്റെ മുകളിൽ കത്തി നിന്നപ്പോൾ അവർ അഭിഷേകമായിട്ട് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇല്ലേ? ആത്മാവിന്റെ അഭിഷേകം വന്നാൽ ജീവിതം മാറി മറിയുമെന്നുള്ള തെളിവാണ് പത്രോസ്ലീഹായുടെ ജീവിതം. അല്ലെ? 3 തവണ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ഭയപ്പെട്ട ശിഷ്യൻ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഒരു തീപ്പൊരി പ്രസംഗകനായി മാറി. അല്ലേ? ആദ്യത്തെ സഭയുടെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് തന്നെ ദൈവാത്മാവ് നടത്തി. അല്ലെ? അതുപോലെ തന്നെ തോമസ് ലീഹ സംശയിച്ച വ്യക്തിയാണ്, പിന്നീട് സാക്ഷിയായി മാറി. അതുപോലെ തന്നെ ശിഷ്യന്മാരെ എടുക്കുക, ഒരു ലോകം മുഴുവനും ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുകയാണ്. ഇന്ന് നമ്മൾക്ക് നമ്മുടെ സഭയ്ക്ക് എന്താണ് ആവശ്യം? ഇല്ലേ? സഭയിൽ നിന്ന് ശബ്ദമുണ്ട്, സഭയ്ക്ക് ഇന്ന് ശക്തിയില്ല. സഭയിൽ നിന്ന് ആളുണ്ട്, പക്ഷെ ആത്മാവില്ല. കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മഹത്വമില്ല. ഒന്ന് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, DJ പാർട്ടി നടത്തിയത് കൊണ്ടോ സംഗീത നിശ നടത്തിയത് കൊണ്ടോ ഓണവും ക്രിസ്മസും നിങ്ങൾ വലിയ ആഘോഷമാക്കി മാറ്റിയത് കൊണ്ടോ ഒന്നും ദൈവത്തിന്റെ ആത്മാവുമായിട്ട് നമുക്കൊന്ന് സംവേദിക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവുമായി സംവേദിക്കണമെങ്കിൽ ആത്മാവിന്റെ മുമ്പിൽ നിങ്ങൾ മുട്ടു മടക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തില് ആത്മാവ് വന്നുപോയി, പുതിയ നിയമത്തില് ആത്മാവ് വന്നു ആവസിച്ചു. പഴയ നിയമത്തിൽ അത് ചിലർക്ക് മാത്രമാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് എല്ലാവർക്കുമാണ്. പഴയ നിയമത്തിൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഈ അനുഗ്രഹത്തെ ദൈവം തരികയാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, പെന്തക്കോസ്റ്റൽ ഡേ എന്ന് പറയുന്നത് വെറും ഒരു ഓർമ്മ ദിനമല്ല, അതൊരു അനുഭവത്തിന്റെ ദിവസമാണ്. കാറ്റ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ അഞ്ഞു വീശുവാനുള്ള, സ്വർഗത്തിൽ നിന്നും കൊടുമുഴക്കത്തോടുകൂടി ആ കാറ്റടിക്കുവാനുള്ള സമയത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, കാത്തിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ സ്വീകരിക്കുവാനുള്ള സമയമായി. അതുകൊണ്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായും ആത്മാവിനെ വഹിക്കുന്ന ഒരു ആത്മാവിന്റെ ദേവാലയമായി നിങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. എല്ലാവരെയും ദൈവാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ.